നമ്മൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടൂൾ കൊണ്ടുള്ള ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇത് പെൻസിലാണോ എന്ന് ചോദിച്ച ആൾക്കാർ വരെയുണ്ട്. ഈ ഒരു ടൂളിൻ്റെ ഉപയോഗം അറിയത്തില്ലാത്ത ആൾക്കാരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, പെൻസിൽ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് പേപ്പർ സ്റ്റമ്പ് എന്നാണ്. അപ്പോൾ നമുക്ക് പേര് പോലെ തന്നെ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കൊന്നും ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആർട്ട് ഷോപ്പിൽ ഓൺലൈനൊക്കെ വാങ്ങാനും കിട്ടും. പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി കൂടുതലും യൂസ് ചെയ്യുന്നത് ബ്രഷാണ്. പക്ഷേ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് എല്ലാ ഭാഗവും തന്നെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം കണ്ണ് പോലുള്ള ചെറിയ ചെറിയ പാർട്ടുകൾ നമുക്ക് ഉണ്ടാവും വരയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്ത് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു പേപ്പർ സ്റ്റംപ്സാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പേപ്പർ സ്റ്റംപ്സ് നമുക്ക് പല വലുപ്പത്തിൽ നമുക്ക് വാങ്ങുന്ന സമയത്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ പാർട്ടും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു വലിപ്പം അനുസരിച്ച് നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൂൾ നിങ്ങൾ ഇതുവരെ വാങ്ങി നോക്കിയില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ വാങ്ങി ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഡ്രോയിങ് പഠിക്കുന്ന ഫ്രണ്ട്സ് ആരെല്ലാം ഉണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായി വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.